ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മുന്നേ നിങ്ങളെ കൂടെ അവർ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി വരുമ്പോൾ അൺകണ്ടീഷണൽ ലവ്, അതാണ് അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതും നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ സദാസമയവും നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണെന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവർ ഈഗോ ഇട്ട് ആവാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കും, കാരണം അവർ പോയ സ്ഥലത്തുനിന്ന് അവർ ആഗ്രഹിച്ചതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ ഈ ഒരു രീതിയെല്ലാം കണ്ടിട്ടും നിങ്ങൾ അന്ന് കൂടെ നിന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടും ആയിരിക്കാം. അവരുടെ ഇൻറ്റൻഷൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആകണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം അവർ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതും ആവാം. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉടനെ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്ന അവസ്ഥയല്ല. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒന്നുകിൽ ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം, മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ ആ വ്യക്തി വൈകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നേരത്തെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഒരു പരാതിയും പറയാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ നന്മയെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അവർ പോയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ നിന്നും അവർ ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തി എന്നാണ്. നിങ്ങൾ അവരോട് കൂടെ നിന്നത് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ആ ഒരു സമയത്തൊന്നും അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ വിട്ടു പോയതിന് ശേഷമായിരിക്കാം അവർക്ക് നിങ്ങൾ എന്താണ്, നിങ്ങളായിരുന്നു അവരെ സത്യമായി സ്നേഹിച്ചത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. യൂണിവേഴ്സ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാണുന്നുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ അതൊരു വിവാഹമാകാം, ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് ഒന്നിച്ചുള്ള ഒരു കൂടിച്ചേരലുമാകാം. എന്തായാലും അവർ ചിന്തിക്കുന്നു നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത് അത് മാത്രമേ ഇനി അവരുടെ ലൈഫിൽ ഉണ്ടാകൂ എന്ന് മാത്രമാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ആക്ഷൻ ഉണ്ടാകും. നിങ്ങളാണ് അവരുടെ ലൈഫിലെ സക്സസ് എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് അവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉടനെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട്, ആലുവ 15/2003, G 1991, ലെറ്റർ M ഷോർണൂർ, ലെറ്റർ K, ലെറ്റർ S 25 July 36 1980, 48 കോയമ്പത്തൂർ, നമ്പർ 6 എറണാകുളം പെരുനാഗപ്പള്ളി, നവംബർ മന്ത്
ട്രിവാൻഡ്രം, തിരുവാതിര 12 റേഞ്ചിൽ നമ്പറാണ്. പിണക്കം 1999, ഗിഫ്റ്റ് നമ്പർ 39, 2000, letter R, letter Y, ഫ്ലവർ, letter I, അശ്വതി നക്ഷത്രം, S 1989, number 11, P, letter T, angel number 1111, 1975 2 തവണ വന്നിട്ടുണ്ട്. ചോദ്യ നക്ഷത്രം, letter I.